ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നാണ് പാർട്ട് 13. ഒരു 4 ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ളൂ. ഇന്ന് ഞാൻ 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. ഞാൻ ഒരുമിച്ച് 4 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ പണിയായിപ്പോൾ. എന്താണ്, ഇന്ന് 2 ക്വസ്റ്റ്യൻ, നാളെ 2 ക്വസ്റ്റ്യൻ പോവും പാഠം തീർന്ന്. ഞാൻ ആക്ച്വലി 23-ാം തീയതിക്കുള്ളിൽ തീർക്കുമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ നമ്മൾ വിചാരിച്ചാലും സ്പീഡിൽ പാഠം തീരുന്നുണ്ട്. അപ്പോൾ എന്താ, നമുക്ക് ഈ ഒരു 2 ക്വസ്റ്റ്യൻ ഇന്നത്തേക്ക് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പാഠം എന്നിട്ട് നമുക്ക് നാളേക്ക് അവസാനിപ്പിക്കാം. ഇതാ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്, കുറച്ചും കൂടി എളുപ്പമായില്ലേ വേരിയേഷൻ. എല്ലാം ടൈപ്പ് 3. നമ്മൾ ടൈപ്പ് 1 കണ്ട് വേരിയബിൾ സെപ്പറബിൾ, ടൈപ്പ് 2 കുറച്ച് ഡിഫിക്കൽട്ട്, ഹോമോജിനസ്. ഇനി ടൈപ്പ് 3 ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഇതാണ് എക്സ് പ്ലസ് വൈ ഡി വൈ ബൈ ഡി എക്സ് ഇക്വൽ 1 ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം എക്സ് പ്ലസ് വൈ ഡി വൈ ബൈ ഡി എക്സ് ഇക്വൽ 1. ഒരു കാര്യം ചെയ്ത് ഈ പറഞ്ഞ എന്താണ് വൈനപ്പുറത്ത് പറഞ്ഞു വെച്ചാൽ ഇല്ല, ഒരു കാര്യം ചെയ്ത് ഈ പറഞ്ഞ ഡി എക്സ് അപ്പുറത്തേക്ക് ഡി വൈ താഴെ വന്നു. അപ്പോൾ എന്താണ് ഡി എക്സ് ഡിവൈഡ് ബൈ ഡി വൈ, പിന്നെന്താ എന്താണ് ഈ പറഞ്ഞ എക്സ് ഇപ്പുറത്തേക്ക് മൈനസ് എക്സ് ഈക്വൽ ടു വൈ. ഇതിപ്പോൾ ഏത് ഫോർമാറ്റില്ല, ഡി എക്സ് ബൈ ഡി വൈ മൈനസ് എന്താണ് പി എക്സ് ഈക്വൽ ടു ക്യൂ ഫോർമാറ്റ്. അല്ലെങ്കിൽ എന്താ ഡി വൈ ബൈ ഡി എക്സ് എന്താണ്, അല്ലെങ്കിൽ മൈനസ് എന്നല്ല പ്ലസ് ആണ്, പിന്നെ പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ. ഒന്നിക്കൽ ഇത് ഡി വൈ ബൈ ഡി എക്സ് ആണെങ്കിൽ പി വൈ, ഡി എക്സ് ബൈ ഡി വൈ തിരിച്ചിട്ടാണെങ്കിൽ പി എക്സ്. ഇതിപ്പോൾ ഏത് ഫോർമാറ്റില്ല, ആ ഫോർമാറ്റിലുണ്ടല്ലോ ഡി എക്സ് ബൈ ഡി വൈ പ്ലസ് എന്താണ് ഒരു മൈനസ് എക്സ് ഈക്വൽ ടു ക്യൂ ഫോർമാറ്റ് ഈക്വൽ ടു വൈ. അപ്പോൾ ഇതെന്നെ എങ്ങനെയാണ് നമ്മൾ ചെയ്യാം? ആദ്യം നമ്മൾ ഇതിൽ കണ്ടുപിടിക്കുന്ന ഒരു കാര്യമാണ്, അതായത് ഇപ്പോൾ പീൻ്റെ സ്ഥാനത്ത് അപ്പോൾ എന്തുണ്ട്, ഇതിപ്പോൾ എക്സിൻ്റെ ഒപ്പരുള്ള കോഫിഷ്യൻ്റ് 1 അല്ല എക്സിൽ, പക്ഷേ ഇവിടെ ഒരു -1 ഉണ്ട്. അപ്പോൾ പി എന്ന് പറയുന്നത് -1, ക്യൂ എന്ന് പറയുന്നത് വൈ. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു സാധനമാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഐ എഫ് ഇസിക്കൽ ടു എങ്ങനെ കണ്ടുപിടിക്കുക, ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി. നമ്മളിവിടെ ഈ കാണുന്ന എന്താണ്, ഇപ്പോൾ ഇവിടെയാണെങ്കിൽ എക്സിൻ്റെ കോഫിഷ്യൻ്റ് ആണ് പി എന്ന് പറയുന്നത്, ഇവിടെയാണെങ്കിൽ വൈൻ്റെ കോഫിഷ്യൻ്റ് ആണ് പി എന്ന് പറയുന്നത്. അപ്പോൾ പി ഇവിടെ ഇപ്പോൾ എക്സിൻ്റെ കൊണ്ട് തന്നെ എന്താ ഡി വൈ ആണ്. ഇതിപ്പോൾ ഇതിൻ്റെ ആയിരുന്നെങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എങ്കിൽ ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ആയിരുന്നു. ഇവിടെ പീൻ്റെ ടേംസിലാണ് വരുന്നതെങ്കിൽ, അല്ല വൈൻ്റെ ടേംസിൽ വരുമ്പോൾ ഇവിടെ ഡി എക്സ്, എക്സിൻ്റെ ടേംസിൽ വരുമ്പോൾ ഡി വൈ. അങ്ങനെ അപ്പോൾ നമുക്ക് ചെയ്യാം ഐ എഫ് ഇസിക്കൽ ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി വൈ ഈക്വൽ ടു ഇ റൈസ് ടു ഇൻ്റഗ്രൽ എന്താണ് പി എന്ന് പറയുന്നത് എന്താ മൈനസ് ആണ്, ആ -1 എന്തായാലും പുറത്ത് ഇരിക്കട്ടെ, ഇൻ്റഗ്രൽ ഡി വൈ മാത്രം. അപ്പോൾ ഇൻ്റഗ്രൽ ഡി വൈ ഇത്രയും വൈ ആണ്. അപ്പോൾ എന്താണ് ഇ റൈസ് ടു -y. ഇതാണ് നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. അപ്പോൾ ഈ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് ചെയ്യുക, അതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. എന്താണ് വൈ ഇൻറ്റു ഇവിടെ എന്താണ് നമുക്ക് പൊതുവെ ഈ പറഞ്ഞ രീതിയിൽ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ക്യൂ ആണെങ്കിൽ വൈ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ, നമ്മൾ ഈ കണ്ടുപിടിച്ച് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു വൈ ഈക്വൽ ടു എന്താണ് ഇൻ്റഗ്രൽ ക്യൂ ഇൻറ്റു, അതായത് ഇവിടെ ഇല്ല നമ്മൾ ഈ എന്താണ് ഈക്വൽ ടുവിൽ എഴുതുന്ന സാധനം ക്യൂ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ അതല്ല, യെസ് ഡി വൈ അല്ല, ഇവിടെ നമ്മൾ ഡി എക്സ് എടുക്കുക, മറ്റേ എടുക്കുകയാണെങ്കിൽ അപ്പോൾ എന്താ മറ്റേ എടുക്കുക നേരെ തിരിച്ചിട്ടോ, ഡി എക്സ് ബൈ ഡി വൈ പ്ലസ് പി എക്സ് പ്ലസ് ക്യൂ ആണെങ്കിൽ എക്സ് ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ക്യൂ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി വൈ, പിന്നെന്താ പ്ലസ് സി. അപ്പോൾ എക്സ് ഇൻറ്റു എന്താ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റൈസ് ടു -y ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ റൈസ് ടു -y, പിന്നെ ക്യൂ എന്ന് പറയുന്നത് എന്താ വൈ ആണ്. അപ്പോൾ ഇവിടെ എന്താണ് പ്രൊഡക്റ്റ് വന്നത്. അപ്പോൾ നമ്മൾ ഏത് സാധനം, നമ്മളെ ബൈ പാർട്സ് മെത്തേഡ്. ഇവിടെ മറ്റേ ഐലേറ്റ് റൂൾ ആണെങ്കിൽ ആൽജിബ്ര ഫസ്റ്റ് വരുന്നത്, എക്സ്പോണൻറ്റ് ലാസ്റ്റ്. അപ്പോൾ എന്തായാലും എക്സ്പോണൻറ്റ് വരുന്നില്ല, അപ്പോൾ സെക്കൻഡ് ഫംഗ്ഷൻ തന്നെയായിരിക്കും, ഇത് ഫസ്റ്റ് ഫംഗ്ഷന്. അപ്പോൾ എക്സ് ഇ റൈസ് ടു -y ഈക്വൽ ടു എന്താണ് ഫസ്റ്റ് ഫംഗ്ഷൻ വൈ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഓഫ് ഇ റൈസ് ടു -y ഡി വൈ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, അപ്പോൾ ഡി വൈ ബൈ ഡി വൈ ഇതെന്തായാലും 1 ആയി പോകും, ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇ റൈസ് ടു -y ഡി വൈ. പിന്നെ എന്താണ് ഈ കോമൺ ആയിട്ട് ഇൻ്റഗ്രലിൻ്റെ ഒരു ഡി വൈ ഉണ്ട് പ്ലസ് സി. അപ്പോൾ നോക്കുക എക്സ് ഇ റൈസ് ടു -y ഈക്വൽ ടു -y ഇൻറ്റു എന്താണ് എന്തായാലും ഇൻ്റഗ്രൽ ഇ റൈസ് ടു വൈയോ ഇ റൈസ് ടു -y എന്തായാലും എന്താ എനിക്കത് ഈ പറഞ്ഞ ഇ റൈസ് ടു അത് ആ സാധനം അതിൻ്റെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്തുണ്ട് ഇവിടെ ഒരു -1 ഉണ്ട്, അപ്പോൾ -1 കോഫിഷ്യനെ കൊണ്ട് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്താ അതാണ് നിങ്ങൾ ഇവിടെ ആക്ച്വലി പോസിറ്റീവ് ആയിരുന്നു, പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് കോഫിഷ്യൻ വന്നുകൊണ്ട് ഇത് നെഗറ്റീവായി. അപ്പോൾ -y ഇ റൈസ് ടു -y പ്ലസ് ഇൻ്റഗ്രൽ എന്താണ് ഇതിപ്പോൾ എന്തായി മാറി, ഇൻ്റഗ്രൽ ഇവിടെ എന്തായാലും 1 ആയി മാറി. പിന്നെന്താ ഇവിടെ ഒരു ഇൻ്റഗ്രൽ ഇ റൈസ് ടു -y മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ഇ റൈസ് ടു -y. അപ്പോൾ ഈ മൈനസും ഇവിടെ എന്താണ് ഇവിടുത്തെ, അപ്പോൾ ഇൻ്റഗ്രൽ ഇ റൈസ് ടു -y ഡി വൈ പ്ലസ് സി, കാരണം 1 ഇൻറ്റു ഈ സാധനമാണല്ലോ. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു -1 എന്നുള്ള കോഫിഷ്യൻ്റ് വരും, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇ റൈസ് ടു -y അതേപോലെ തന്നെ പിന്നെ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് ഇവിടെ വന്ന് പിന്നെ പ്ലസ് സി. ഒരു കാര്യം ചെയ്ത് എക്സ് ഈക്വൽ ടു -y അതെന്നാ ചെയ്തതെന്ന് വെച്ചാൽ എനിക്കൊന്ന് ഇ റൈസ് ടു -y കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇ റൈസ് ടു -y ഈക്വൽ ടു മൈനസ് ഓഫ് ഇവിടെ മൈനസ് കോമൺ ആയിട്ടില്ലോണ്ട് എന്താണ് മൈനസ് ഒരു കോമൺ എടുത്തില്ല എന്നല്ല. അപ്പോൾ എന്താ ഈ പറഞ്ഞ y ഇൻറ്റു ഇ റൈസ് ടു -y മൈനസ് ഇ റൈസ് ടു -y പ്ലസ് സി.
അപ്പോൾ ഒരു e⁻⁻ കൊണ്ട് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്ത് ഇതിനും ഡിവൈഡ് ചെയ്ത് ഇതിനും ഡിവൈഡ് ചെയ്ത് ഇവിടെയും ഡിവൈഡ് ചെയ്ത് ഇവിടെയും ഡിവൈഡ് ചെയ്ത് അപ്പോൾ e⁻⁻ ക്യാൻസൽ e⁻⁻ ക്യാൻസൽ പിന്നെ e⁻⁻ മുകളിൽ പോകുമ്പോൾ c ഇൻറ്റു e+y ആയിട്ട് മാറും. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്താണ് ഇവിടെ എന്താ ബാക്കിയില്ല -y, ഇവിടെ എന്താ ബാക്കിയില്ല -1 പ്ലസ് e⁻⁻, അതായത് 1/x⁻⁻1. ഇത് മുകളിൽ പോകുമ്പോൾ എങ്ങനെയാണ് x⁻1. കാരണം നമ്മൾ ഇതിനെ മുകളിലേക്ക് എടുക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ പവറിൻ്റെ സൈന് അതിന് നേരെ ഓപ്പോസിറ്റ് സൈൻ ഇട്ട് കൊടുക്കുക. ഇവിടെ -y എങ്കിൽ അത് മുകളിൽ പോകുമ്പോൾ +y ആയിട്ട് മാറും. അപ്പോൾ e⁻y ഇൻറ്റു c. ഈ എന്താണ് ഈ പറഞ്ഞ -y ഇപ്പുറത്ത് വരെ +1 ഇപ്പുറത്ത് അല്ല -1 ഇപ്പുറത്ത് വരെ. അപ്പോൾ x+y+1 = c e⁻y. ദിസ് വിൽ ബി ദ ജനറൽ സൊല്യൂഷൻ. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ, നമുക്ക് ഈ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ, അതായത് ഇവിടുത്തെ വരെ നിങ്ങൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ട് മറ്റ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുക, പിന്നെ ആൻസർ കണ്ടുപിടിക്കുക. പിന്നെ ലാസ്റ്റ് ഒരു സ്റ്റെപ്പിലെത്തുമ്പോൾ എന്താണ് കണ്ടീഷൻ എടുക്കണം. y = 1 x = 1 അല്ല y = 0 x = 1. എന്നിട്ട് എന്ത് ചെയ്യണം, ആ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിച്ചിട്ട് അത് നമ്മളെ ജനറൽ സൊല്യൂഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫൈനൽ ആൻസറായി. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. 1+x² dy + 2xy = 1/1 + x². when y = 0 x = 1. അപ്പോൾ ഒരു കാര്യം ചെയ്ത് എല്ലാ അടിക്കും ഒരു 1+x² കൊണ്ട് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്ത് ഇതിനും 1+x², ഇവിടെയും ഒരു 1+x² ഡിവൈഡ് ബൈ 1. അപ്പോൾ ഇത് മുകളിലേക്ക് വന്ന സമയത്ത് 1 ഡിവൈഡ് ബൈ 1+x² ഇൻറ്റു തിരിച്ചിട്ട് റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ അപ്പോൾ 1+x². അപ്പോൾ ഈ 1+x², 1+x², 1+x² ദ ഹോൾ സ്ക്വയർ ഇവിടുത്തെ ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. പിന്നെ എന്താ 2xy ഡിവൈഡ് ബൈ 1+x². ഇതിപ്പോൾ ഏത് ഫോർമാറ്റാ? dy/dx പ്ലസ് py പ്ലസ് ഈക്വൽ ടു q. അപ്പോൾ വൈൻ്റെ കോഫിഷ്യൻ്റ് ആണല്ലോ പി എന്ന് പറയുന്നത്. അപ്പോൾ y പോട്ടെ, വൈൻ്റെ തൽക്കാലത്തേക്ക് മറന്നോളാം. അതിൻ്റെ കൂടെയുള്ള സാധനങ്ങൾ മൊത്തം എന്തായിരിക്കും? അപ്പോൾ p ആയിരിക്കും. ഇപ്പോൾ 2x ഡിവൈഡ് ബൈ 1+x² ഈക്വൽ ടു 1/1+x ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടി? p എന്ന് പറയുന്നത് 2x ഡിവൈഡ് ബൈ 1+x², q എന്ന് പറയുന്നത് എന്താ? ഈ സാധനം ഈ കംപ്ലീറ്റ് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത്. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എടുക്കുമ്പോൾ എങ്ങനെയാണ്? e⁻p dx. കാരണം ഇപ്പോൾ എക്സിൻ്റെ ടേംസിലാണല്ലോ, അപ്പോൾ നമ്മൾ എക്സ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വൈൻ്റെ ടേംസിലെടുത്തത്, കാരണം വൈയിലായിരുന്നു കിട്ടിയത്. അപ്പോൾ e⁻2x ഡിവൈഡ് ബൈ 1+x². അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇൻ്റഗ്രേഷൻ അറിയാണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല. ഇത് എന്ത് വേണം? ഇത് ഇൻഡെഫിനൈറ്റ് ഇൻ്റഗ്രൽ ചെയ്യാൻ അറിയണം. അപ്പോൾ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കുക. 1+x² = t എന്ന് പറഞ്ഞിട്ട് കൊടുത്ത്, കാരണം എന്താ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ മുകളിൽ കിടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. 1+x² = t, x² ഡെറിവേറ്റീവ് 2x, 1 ഡെറിവേറ്റീവ് 0, t ഡെറിവേറ്റീവ് dt/dx, dx = dt/2x. അപ്പോൾ ഈ dxന് പകരം dt ഡിവൈഡ് ബൈ 2x ചെയ്താൽ അപ്പോൾ ഇൻ്റഗ്രൽ e⁻2x ഈ 1+x² പകരം ഡിവൈഡ് ബൈ t ഇൻറ്റു dxന് പകരം dt/2x. അപ്പോൾ ഈ 2xും 2xും ക്യാൻസലായി. അപ്പോൾ എന്ത് വന്ന്? e⁻ഇൻ്റഗ്രൽ dt ഡിവൈഡ് ബൈ t. നമുക്കറിയാം 1/tൻ്റെ ഇൻ്റഗ്രൽ എന്താ? log t. അപ്പോൾ log t എന്ന് പറഞ്ഞിട്ട് വന്ന് ലോഗും ഈ എന്താണ് എക്സ്പൊണൻ്റ് നമ്മൾ ശത്രുക്കളെല്ലാം ഭൂം അടിച്ചും പോയി. അതായത് e⁻log x എന്ന് പറയുന്നത് എന്താ വരിക? x ആയിട്ട് വരും. കാരണം ഈ രണ്ടുപേരും കീരിയും പാമ്പും പോലെ അടിച്ചും കയറിപ്പോവും. രണ്ടിനും അങ്ങോട്ട് കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ആൾക്കാരാണ്. അപ്പോൾ എക്സ് വരും. അപ്പോൾ അതേപോലെ എന്ത് വരും? ഈ ഇയും ലോഗും കൂടി കട്ടായിട്ട് ടി വരും. നമുക്ക് ടി എന്തായാലും നമ്മൾ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് 1+x². അപ്പോൾ എന്താണ് ഈ പറഞ്ഞാൽ 1+x² എന്ന് പറഞ്ഞിട്ട് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടി. ഇനി എന്ത് ചെയ്യുക? y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു q ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ dx പ്ലസ് c. അപ്പോൾ y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ 1+x² ഈക്വൽ ടു ഇൻ്റഗ്രൽ ഈ q എന്ന് പറയുന്നത് എന്താ? 1/1+x² ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1+x². ഇത് രണ്ടും സെയിം ആണല്ലോ. അപ്പോൾ പക്ഷേ ഇതിപ്പോൾ എങ്ങനെ ഒരു x ഡിവൈഡ് ബൈ x² ഫോർമാറ്റ്. അപ്പോൾ എന്താ ഒരു ഇത് ക്യാൻസൽ ആയി. ഇപ്പോൾ ഇവിടെ എന്ത് ബാക്കി? 1/1+x². അപ്പോൾ y ഇൻറ്റു, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ചെയ്തതിനെ കൊണ്ടല്ലേ ഗുണം. ഇത്ര കോംപ്ലിക്കേറ്റഡ് എക്സ്പ്രഷന് നമുക്ക് എളുപ്പമായിട്ട് കിട്ടി. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ ലാസ്റ്റ് ഇത് ആൻസർ വരും. അപ്പോൾ നമ്മൾ എന്താണ് വി ജസ്റ്റ് ബിലീവ് ഇൻ അവർ സെൽസ്. y ഇൻറ്റു 1+x² ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 ഡിവൈഡ് ബൈ 1+x. ഇത് എവിടെയോ കണ്ടു ഓർമ്മയുണ്ടോ? യെസ്, ഇൻ്റഗ്രൽ എന്താണ് എക്സ്, അതായത് 1+1 അല്ല സോറി x² + a² 2 tan inverse x/a 1/a tan inverse x/a. എന്തായാലും ഇവിടെ 1 ആണ്. അപ്പോൾ 1/1 എന്ന് എഴുതേണ്ടതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. tan inverse x/a x/1 എന്ന് പറയുമ്പോൾ എന്താണ് x തന്നെ. y ഇൻറ്റു 1+x² = tan inverse x + c. ഇനി എന്തിട്ട് കൊടുക്കുക? y = 0 x = 1. വൈന് എവിടെയെല്ലാം y ആണ് അവിടെയെല്ലാം 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് ടേം 0 ആയി പോകും. അപ്പോൾ എന്ത് എക്സിന് 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ 0 ഇൻറ്റു, അപ്പോൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ എക്സിന് വാല്യൂ ഇട്ടുണ്ട്. എന്തായാലും ഈ y ഇതിനെ കംപ്ലീറ്റ് പോകും 0 ആയി കളയും. ഈ tan inverse 1 നമുക്കറിയാം. ടാനിൻ്റെ ഏത് വാല്യൂവിലാണ് 1 കിട്ടുന്നത്? π/4. അപ്പോൾ tan inverse 1 ഇത് π/4 ആയി. അപ്പോൾ ഇവിടെ 0 = π/4 + c. അപ്പോൾ 0 = π/4 + c കിട്ടണമെങ്കിലോ π/4 അപ്പുറത്തോട്ടെ, c = -π/4. ഇനി ഈ പറയുന്ന നിങ്ങളിപ്പോൾ ഇത് കണ്ടുപിടിച്ചല്ലേ, ഈ ഒരു സാധനത്തിൽ സീന് ജസ്റ്റ് വാല്യൂ ഇട്ട് കൊടുത്താൽ മതിയോളൂ, അന്നേരം ആൻസർ കിട്ടിക്കോളൂ. അപ്പോൾ
y ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ ഇക്കൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് സീന് പകരം -π/4. ദിസ് വിൽ ബി ദ ഗിവൺ റിക്വയർഡ് ജനറൽ സൊല്യൂഷൻ. ഇത് എന്താണ് ഹോമോജീനിയസ് പോലെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. നമ്മളിവിടെ വലിയ സബ്സ്റ്റിറ്റ്യൂഷനും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. y ഈക്വൽ ടു വി എക്സ് അപ്പോൾ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ ആവശ്യമില്ല. എന്താണ് എളുപ്പത്തിൽ ആൻസർ കിട്ടും. അതാണ് ഇത് വളരെ സിമ്പിളായിട്ടില്ല, അതായത് ഈസിയാണ് ആക്ച്വലി. എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ഇങ്ങനത്തെ അല്ലോ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതോട് കൂടിയിട്ട് പാഠം തീരുന്നില്ല. നാളത്തേക്ക് ഞാൻ പാഠം തീർക്കും. ഇതാ ഈ 13ാമത്തെ ക്വസ്റ്റിനും നിങ്ങൾ വേണ്ടി നോട്ട് ചെയ്ത 13ാമത്തെ ക്വസ്റ്റിനും 17ാമത്തെ ക്വസ്റ്റിനും ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുള്ളത്. പാഠം ഞാൻ തീർക്കാൻ പോകും. എനിക്ക് മതിയായി ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ കൊണ്ട് എൻ്റെ തല വീണാക്കായിട്ടില്ലത്. നമുക്ക് ഇനി അടുത്തതിൽ കാണാം. നാളെ കാണാം. ഇനി ഈ പാഠം ഞാൻ തീർക്കാൻ പോവാം.